ഹലോ, ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ പൂങ്കന്നൂർ ഭയങ്കര രസമാട്ടോ. അവൾ പെരക്ക് ചുറ്റും നടക്കുക. ഞങ്ങൾ ഗേറ്റ് അടച്ചിട്ടു. അപ്പോൾ അതേ പെരക്ക് ചുറ്റും നടക്കുക. വാഴയൊക്കെ തിന്നിട്ട് രേശേട്ടൻ എന്താ രേശേട്ടൻ്റെ മറ്റേ നമ്മുടെ കദളി വാഴയാണ് കേട്ടോ കഴിക്കുന്നത്. കാണിച്ചു തരാം കേട്ടോ. ഒരു പടക്കം വാങ്ങി നടക്കുക. റുക്കുവിന് ഗേറ്റ് തുറക്കാത്തതുകൊണ്ട് മതിൽ ചാടണോ എന്തൊക്കെയാ ആലോചിക്കണേ വെച്ച്. അത് ചാടാനുള്ള പരിപാടിയാണ്. കുറച്ചു നേരം മതിലിൻ്റെ മുകളിലോട്ടൊക്കെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഓ, എല്ലാവരും പോയി. കൊച്ചിനെ മാത്രം പുറത്തോട്ടാക്കിയിട്ടില്ലത്. ഡാ റുക്കുമണിക്ക് പോണോ? അവൻ കുറച്ച് ദിവസമായി എല്ലാകത്ത് കയറിയിട്ട്. റുക്കുവിന് മതിൽ ചാടണം, അല്ലെങ്കിൽ ഗേറ്റ് തുറന്നു കൊടുക്കുക. കൊച്ചു ഇല്ലെങ്കിൽ മതിൽ ചാടും. റുക്കു ഓട്. ഓട്. ഒരു ഓട്ടം ഉണ്ടപ്പോ ഇന്നലെ അഴിച്ചു വിട്ടിട്ട് കുഞ്ചപ്പം പറയാ, അമ്മയോ അതിന്റെ ഓട്ടം കാണണമ്മ ഉരുണ്ട് വീഴാൻ പോണോ. മണ്ണുണ്ടപ്പോ ഉരുളനിപ്പോ ഓടി വരും വീരൻ. റുക്കു അച്ചോ, റുക്കുവിന്റെ ചെളി താന്നു പോകും. റുക്കുവിന്റെ ചെളിയിൽ കുറച്ച് കരഭാഗത്ത് കെട്ടണോട്ടെ, കുറച്ചു നേരം കിടക്കണം നോക്ക്. ത്ത് കയറിയിട്ട് വീരുവിനെ എപ്പോഴും കെട്ടിരുന്നോണ്ട് വീരുവിന് അകത്തുള്ള പ്രവേശനം ഉണ്ടായിരുന്നില്ല. വീരപ്പന് മുഖത്ത് ഇങ്ങനെ സങ്കടഭാവമാണ് ഇപ്പം. പുന്നാരിക്കാനൊന്നും ഇല്ല അധികം അല്ലേ വീരു. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് കഴിഞ്ഞ വീഡിയോയിൽ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട്. സബ്സ്ക്രൈബറാണെന്നായിട്ട് വിശ്വസിക്കുന്നത്. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളണം കേട്ടോ. അപ്പോൾ ഫാനൊക്കെ ഇത് കേട്ടി വരാൻ പറയണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ പശുവിൻ്റെ എത്ര പാലുണ്ടെന്ന് ചോദിച്ചിരുന്നു കേട്ടോ. എന്താണോ എല്ലാവരും കൂടി ഫാമിലോട്ട് ഇങ്ങോട്ട് എനിക്ക് എല്ലാവരും ഫാമിലോട്ട് അറിയണമല്ലോ. മാവേ കുഞ്ഞനായിട്ട് അടിച്ച എന്ന് പറഞ്ഞിട്ട് അടിച്ചോനെ പോവാനിരിക്കുന്ന ഒരു കൈയായിരുന്നു. വാവ അടിച്ച പോലെ. അപ്പൊ ഇവക്ക് എന്ന് പറയുന്നത് നമുക്കിപ്പോ വൈകുന്നേരം 2.5 ലിറ്റർ പാലുണ്ട്. രാവിലെ ഒരു 2:45, ചിലപ്പോ 2:30 ചില ദിവസങ്ങളുണ്ടാവും കേട്ടോ. ചിലപ്പോ വൈകുന്നേരം 2:15 ആയിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കാലം നമുക്ക് ഇവർക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ടോട്ടല് ടോട്ടൽ ഒരു 5 ലിറ്റർ പാല് മിക്കവാറും ഉണ്ടാവും കേട്ടോ. ചിലപ്പോ ഒരു 4.5 ആവും. കറക്റ്റ് പാല് പറയാനില്ല. എന്തായാലും എല്ലാ ഒരു കുള്ളം പശുക്കളെ അപേക്ഷിച്ച് ഇവർക്ക് നല്ല പാലുള്ള പശുവാണ്. ഞങ്ങളുടെ ചെറുപ്പത്തിലേ മുതൽ നമ്മൾ തീറ്റ കൊടുത്ത് വളർത്തിയതുകൊണ്ട് ഇവർക്ക് നല്ല പാലുണ്ട്. അതുപോലെ തീറ്റയും പാലൊക്കെ കുടിച്ച് വളർന്നേക്കുന്ന പശുവാട്ടോ ഹസ്ബൻഡിന്റെ അമ്മ. മോനെ മാവ പോയാ കിട്ടിയിട്ട് വാതും അമ്മയ്ക്ക് പണിയുണ്ട്. അപ്പൊ 3 ചൊരുത്തിയിട്ടാണ് ഉള്ള പാല് നമ്മൾ കറന്നെടുക്കുന്നത്. 3 പ്രാവശ്യം ചൊരുത്തും കേട്ടോ. അപ്പൊ 10 ചൊരുത്തിൽ നമുക്ക് ഈ പാലുണ്ട്. ഇനിയും ചൊരുത്തും. ഇനി 1 പ്രാവശ്യം കൂടി നമ്മൾ അവനെ കുടിപ്പിച്ചിട്ടാണ് കേട്ടോ കറക്കാം. പാലുണ്ടാവും അത്യാവശ്യം നമുക്ക്.
നമ്മുടെ മക്കൾക്ക് ലാവിഷായിട്ട് കുടിക്കാനും നെയ്ക്കും തൈരും മോരിനും ഒക്കെ ഇവളുടെ പാലായിരുന്നു നമ്മൾ ആദ്യം ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇവള് ഗർഭിണി ആയതിനു ശേഷം നമ്മൾ വേറൊരു കൃഷ്ണ പശുവിനെ വാങ്ങിച്ചു. ഒരഞ്ചേട്ടാ പറഞ്ഞു. പക്ഷേ കൃഷ്ണ പശു എന്ന് പറയുന്നത് അവർക്ക് പാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രസവിക്കുന്ന സമയത്ത് ഒരു 2 ലിറ്റർ പാല് രാവിലെ കിട്ടും, പിന്നെ ഒരു 1.5 ലിറ്റർ പാല് വൈകുന്നേരം കിട്ടും. അത് ഇവിടെക്കായ വലിയ പശുവാണെന്നാലും പാല് ഭയങ്കര കുറവായിരുന്നു. പിന്നെ അതുമല്ല അവൾ ഗർഭിണിയാക്കി കഴിഞ്ഞാൽ പിന്നെ പാല് തീരെ തീർന്നു. ചില പശുക്കൾ അങ്ങനെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. പ്രസവത്തിന് ഒരു 8 മാസം വരെ അല്ലെങ്കിൽ 7 മാസം വരെ നമുക്ക് ഇവിടെ കറക്കാക്കി നമുക്ക് ആവശ്യത്തിന് പാല് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇതുപോലെ ഒരു പശുക്കളെയൊക്കെ കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ അകിടും നല്ല ആരോഗ്യമൊക്കെ ഉള്ള പശുവാണെങ്കിൽ നമുക്ക് കുടുംബത്തിലോട്ടുള്ള പാലും കിട്ടും, പുറമെ കൊടുക്കാനുള്ള പാലും കിട്ടും. അതല്ലമ്മ സുബുവിന് അച്ഛൻ എവിടെ നിന്ന് വിളിച്ചാലുണ്ടല്ലോ അപ്പ വിളിയേക്കും. പറഞ്ഞനുസരിക്കണ പശു സുബു. ഭദ്രേന്നാണ് പേര്. ഞങ്ങള് വിളിക്കണ സുബു. എവിടെ ഒരാള് ചിരിച്ചു കാണിക്കണ്ടേ റുക്കുമണി. റുക്കൂ 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 റുക്കു ഇടയ്ക്കിടയ്ക്ക് പല്ല് കാണിച്ചിരിക്കും. എന്താണെന്നറിയില്ല അല്ലേ റുക്കു? റുക്കുവിന് ഫീസുണ്ടായിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. റുക്കു ഇടയ്ക്കിടയ്ക്ക് പല്ല് കാണിച്ചിരിക്കുന്നുണ്ട്. കുറച്ചു മുമ്പ് ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ എന്നെ തല പൊക്കി പിടിച്ചിട്ട് പല്ല് കാണിച്ചിരിക്കുന്നു. അമ്മാമയാ കോടി. അപ്പോ ഇതാണ് നമ്മുടെ കുട്ടി പശുവിന്റെ വിശേഷം. ഈ ഒരു പശുവിനെ ഞങ്ങൾ കൊടുക്കൂല കേട്ടോ. കൊടുത്താൽ ഇനി നമ്മുടെ കണ്ണമ്മോൻ ഇവിടെ ഒഴിക്കും. അങ്ങനെയാണ് ഞങ്ങൾ പറയും. കണ്ണമ്മോന്റെ പറയണില്ല, ഞാൻ പിന്നെ പറയാട്ടാ. അപ്പൊ കണ്ണമ്മോന്റെ ഒരു ഭയങ്കര പെറ്റാണ്. അവൻ കുഞ്ഞു മുതലേ അവൻ കൊണ്ടുവന്ന പശു കൊണ്ടാണ്. അതുകൊണ്ട് ഇവള് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. നന്ദപ്പനും ഉണ്ടാവും, ഭദ്രയും ഉണ്ടാവും, ഈ നന്ദപ്പനും ഉണ്ടാവും. അതാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ എങ്ങനെയൊക്കെയാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ നിശ്ചയിക്കുന്ന പോലെ അല്ലല്ലോ എല്ലാ കാര്യങ്ങളും. സാധനത്തിന്റെ കാര്യം കണ്ണം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അതൊക്കെ കിട്ടിയതിന്റെ എന്താ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആള് ഭദ്രയാണ്. ബാക്കി ആരെയും കൊണ്ടും കുഴപ്പമില്ല അല്ലേ കണ്ണമ്മനെ? അവളാണ് കുറച്ച് കൂടിയ സാധനം. പക്ഷെ അതിന് അച്ഛൻ കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് നിർത്തിയേക്കണം. പക്ഷെ അന്നാ എല്ലാത്തിനും ശ്രദ്ധയുള്ള പശുവാണ്. ഒരു കാവൽപ്പട്ടിയുടെ പോലെ അവള്. ഒരാളെയും നമ്മുടെ അവളെ പുറത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ശ്രദ്ധയാണ്. നോക്കി ഇങ്ങനെ നിൽക്കും. ഇപ്പൊ ഫ്രണ്ടിൽ കെട്ടുവാണെങ്കിൽ തന്നെ കൈ കളയണ പശുവാണ്. ഒന്ന് അഴിക്കാമോ? അത് വേറെ കളി. ഹലോ ഗൈസ്, നോക്കൂ 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 ദേവലക്ഷ്മി മറിയൻ വന്നു രക്ഷ വിളിക്കുന്നു. സാറ മാന സോമ നിന്റെ അമ്മൂമ്മയുടെ ഇതിപ്പോ മറ്റേ കളിയായില്ലേ? എന്തോ ഒരു അമ്മൂമ്മ കണ്ട് ബീച്ചിൽ പോയി വള ഒരു ഡസൻ വള വാങ്ങിയ ആ വളയുടെ നിറം എന്ത്? അവിടെ നോക്കണം. അവിടെ ഒരാൾ തലയിട്ട് എത്തി നോക്കണം എനിക്ക് എന്തെങ്കിലും ഉണ്ടോന്ന്. ഇനി രാവിലത്തെ
വീണിട്ട് വേണമെങ്കിൽ അത്യാവശ്യം. നമ്മുടെ വീട്ടിൽ ആരാ വന്നേക്കണേന്ന് നോക്കിയേ, മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ വീട്ടിൽ മയിലച്ചൻ വന്നിട്ടുണ്ട്. സാധാരണ മയിൽ പെണ്ണുങ്ങളാണ് വരാറ്, മയിലമ്മമാർ. ഇന്ന് മയിലച്ചനാണ് വന്നേക്കണേ. മയിലച്ചൻ അരി വേണോ? ഭയങ്കര പോസുള്ള ആളാ, പെട്ടെന്നൊന്നും അങ്ങോട്ട് അടുക്കില്ല കേട്ടോ. മയിലമ്മമാർക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ അടുത്തേ കൂടിയൊക്കെ പോയിക്കോളും. നമ്മൾ അടുത്തേ കൂടി പോയാലൊന്നും കുഴപ്പമില്ല. പീലിയൊക്കെ നീ താഴെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ, കൊഴിയാറായിട്ട്. കണ്ടാവാവേ? അത് കൊഴിഞ്ഞ എവിടെയെങ്കിലും ഒക്കെ കാട്ടിലൊക്കെ കൊളുത്തി അവിടെ കിടക്കുക ചെയ്യുക. ഇവിടെ ഇടയ്ക്ക് കിട്ടാറുണ്ട് കേട്ടോ. നമ്മുടെ മുറ്റത്തുനിന്ന് കിട്ടിയിട്ടില്ല, പറമ്പിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ അടിയിൽ ഇങ്ങനെ കൊണ്ട് ഒരഞ്ഞ് മോശമായിട്ടുണ്ടാവും ചിലപ്പോൾ. ലവ് ബേർഡ്സിൻ്റെ അടിയിലെ വിത്തുകൾ തിന്നാൻ വേണ്ടി വന്നേക്കണം കേട്ടോ. ലവ് ബേർഡ്സ് കഴിക്കണേൻ്റെ അടിയിൽ നിന്ന് കഴിക്കാൻ വേണ്ടി വന്നേക്കാം. എന്ത് ഭംഗിയാ. ഓടണോ? ഞങ്ങളതിനൊന്നും ചെയ്തില്ലല്ലോ. കിളി ഒച്ചെടുത്തിട്ട് പേടിച്ചോടിയതാ. ഹലോ, പോലെ വാ, അരി തരാം, വാടാ, വാന്നേ, ഇങ്ങോട്ട് വാടോ. പോയിട്ടോ. ഒരാൾ കൂർക്ക വലിച്ചെടുക്കണം. കൂർക്കം വലിച്ചെടുക്കാണ് ഗൈസ്. നന്ദിനി എണീക്കടി. നന്ദുവിനെ വിളിച്ചെണീപ്പിക്കട്ടെ. നന്ദു എണീക്ക്. നന്ദിനി പശുവിനെ ആദ്യമായിട്ടാണ് കഴിച്ച് ഞാൻ കാണുന്നത്. സുഭദ്രയൊക്കെ നോക്കിക്കണത് എന്താ സൗണ്ട്? നന്ദു ഉറക്കത്തിൽ മാറിയിട്ടില്ല ഇതുവരെയോട്. ഭദ്രപ്പെണ്ണ കിടത്തിയിരുന്നോണ്ട് ഭദ്ര അവിടെ ഗൈസ്. പിന്നെ തുടങ്ങി അവിടെ കൂർക്കമല്ലി. ഇത് വലിക്കാറില്ല കൂർക്കമല്ലി. അതും വലിക്കണ ഞാൻ കണ്ടിട്ടില്ല കൂർക്കമല്ലി. ഇത് പുതിയതായിട്ടാണ് കണ്ടിട്ടില്ല ഞാൻ. ഇത് കൂർക്കമല്ലിയാണ് ഇവിടെ. പിന്നെ കൂർക്കമല്ലി തന്നെ. അത് കൂർക്കം വലിക്കണില്ല, ഇത് കൂർക്കം വലിക്കണില്ല. ആ കുഞ്ഞ് സാധനം കൂർക്കം വലിക്കണില്ല. ഞാൻ നിർത്തിയിട്ടില്ല, ഞാൻ ഒന്നും വിളിക്കട്ടെ. വിട്ട് കുലിക്കോ എണീച്ചിട്ടുണ്ട്. ഈ താമ്പല നിനക്ക് ഈ താമ്പലൊക്കെ ഉണ്ട് കേട്ടോ കൊച്ചിന്. കരയേഴുന്നുണ്ട് പൊന്നു. ഉറങ്ങിക്കോ ഫോണേ.